ഇപ്പോൾ നമ്മോടൊപ്പം PN ജയന്തൻ തന്നെ ചേരുകയാണ്. ശ്രീ ജയന്തൻ, താങ്കളാണോ വടക്കാഞ്ചേരി കൗൺസിലറാണോ താങ്കൾ നഗരസഭയുടെ? തീർച്ചയായും ഞാൻ വടക്കാഞ്ചേരി നഗരസഭയെ. താങ്കളാണോ PN ജയന്തൻ? അതെ, ശരിയാണ്, ഞാൻ തന്നെയാണ്. താങ്കളെ കുറിച്ച് വളരെ ഗൗരവവും ഗുരുതരവുമായ ആരോപണങ്ങളാണല്ലോ ഒരു വീട്ടമ്മ നടത്തിയത്. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് 3 മാസം മുമ്പ് ഇത്തരത്തിലൊരു പരാതി ഈ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് വടക്കാഞ്ചേരി കേരാമംഗലം പോലീസും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസും ഒക്കെ തന്നെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ആ പരാതിയിൽ യാതൊരു കഴമ്പുമില്ല എന്ന് കണ്ട സാഹചര്യത്തിൽ എനിക്കെതിരായി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്കെതിരായി കളവായ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശ്രീ ജയന്തൻ അന്വേഷണത്തെ കുറിച്ചൊന്നും പറയണ്ട. അന്വേഷണത്തെ കുറിച്ചുള്ള മികവ് അവർ വിശദീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അന്വേഷണത്തെ കുറിച്ച് പറയണ്ട. ഇത് കേരളം കേൾക്കുകയാണ്. ശ്രീ ജയന്തൻ, താങ്കൾ അവരുടെ അയൽവാസിയാണോ? ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് അവര്. എന്റെ വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ അപ്പുറത്താണ് ഇവരും ഇവരുടെ ഭർത്താവും ഒക്കെ താമസിച്ചിരുന്നത്. അവരുടെ വീട്ടിൽ താങ്കളും ഈ ബിനീഷും ജിനേഷും ഷിബുവും ഒക്കെ പോകാറുണ്ടോ സ്ഥിരം? ഒരിക്കലുമില്ല. അതൊക്കെ കളവായിട്ടുള്ള ആരോപണങ്ങളാണ്. ഞാൻ പറയട്ടെ, ഒരാളിൽ നിന്ന് കുറച്ച് പണം വാങ്ങിയാൽ ആ പണം വാങ്ങി തിരിച്ചു കൊടുക്കാതിരിക്കാൻ എന്തൊക്കെ ആരോപണങ്ങൾ ഒരാൾക്കെതിരെ ഉയർത്താമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. 3.5 ലക്ഷം രൂപയല്ലേ പണം? അതെ, എന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയത് തിരിച്ച് ചോദിച്ചു എന്ന ഒരൊറ്റ കുറ്റം മാത്രമാണ് ഞാൻ ചെയ്തത്. 3 ലക്ഷം രൂപയാണോ താങ്കൾ കൊടുത്തത്? കേൾക്കുന്നില്ല, ഉറക്കെ. ശ്രീ ജയന്തൻ, താങ്കൾ 3.5 ലക്ഷം രൂപയല്ലേ കൊടുത്തത്? പലിശക്കാണോ കൊടുത്തത്? 3.5 ലക്ഷം രൂപയാണ് കൊടുത്തത്. പലിശക്കാണോ കൊടുത്തത്? പലിശയ്ക്കൊന്നുമല്ല. ഈ പറയുന്ന ഈ പരാതി ഉന്നയിക്കുന്ന സ്ത്രീയുടെ ഭർത്താവ് എന്റെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന് കേബിൾ ടിവിയുടെ ഈ പ്രദേശത്തെ കേബിൾ ടിവിയുടെ ഉടമസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനത്തിനകത്ത് ഒരു നഷ്ടമുണ്ടായപ്പോൾ അത് നികത്താൻ ആവശ്യമായി എന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയതാണ്. പണം വാങ്ങിയതിന് രേഖകളുണ്ടോ? പണം സ്വാഭാവികമായിട്ടും സ്വന്തം സുഹൃത്തുക്കൾ ഒരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കൊടുക്കുന്ന പണത്തിന് ആരെങ്കിലും രേഖ വാങ്ങാറുണ്ടോ സുഹൃത്ത്? ശരി, അങ്ങനെ പണം കൊടുത്തതിന് ശേഷം താങ്കൾ വീട്ടിൽ പോവുകയും പണം കിട്ടാതായപ്പോഴാണോ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിലേക്ക് പോയത്? അവർ പറഞ്ഞത് അങ്ങനെയാണ്. അവർ പറഞ്ഞത് പീഡിപ്പിക്കുന്നതിലേക്ക് പോയത്. സാധാരണ ആരെങ്കിലും പണം ലഭിക്കാത്തതിന് ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീകളെ പീഡിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? തീർച്ചയായും ഉണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. അതിൽ താങ്കൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. എനിക്ക് ശ്രീ ജയന്തൻ കേൾക്കാമോ? ശ്രീ ജയന്തൻ, താങ്കൾക്ക് കേൾക്കാമോ? ജയന്തൻ ഒരിക്കൽ കൂടി ടെലിഫോൺ ലൈനിൽ വരും. പെട്ടെന്ന് തന്നെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഷീജ, വളരെ വളരെ വ്യക്തമായ ചില കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത്. അതായത് താൻ വീട്ടിൽ പോയിട്ടേ ഇല്ല. അയൽവാസി എന്നത് 5 കിലോമീറ്ററിന് അപ്പുറമുള്ള അയൽ മാത്രമാണ്. പണം കൊടുത്തിട്ടുണ്ട്, അത് 3.5 ലക്ഷമാണ്, ബിസിനസിൻ്റെ ആവശ്യത്തിനാണ്, അതിന് കൊടുത്തതിന് രേഖയുമില്ല. അവർ പറഞ്ഞ ഓരോ കാര്യത്തെ സംബന്ധിച്ചും അയാൾ അങ്ങനെയാണ് വിശദീകരിച്ചത് നമ്മളോട്. തീർച്ചയായും ശ്രീ ജയന്തൻ തന്നെ നമ്മളോട് അല്പം ചേരുകയും ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷ. അതാണ് ജയന്തൻ എത്തി. അതായത് ജയന്തന് കേൾക്കാമോ? കേൾക്കുന്നു, പറഞ്ഞു. ഒരു വട്ടം പോലും താങ്കൾ ആ വീട്ടിൽ പോയിട്ടില്ലേ? ആ വീട്ടിൽ പോയിട്ടില്ല എന്ന് ഞാൻ ഒരു സമയത്തും പറഞ്ഞിട്ടില്ല. എന്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തിരിച്ചു ചോദിക്കാനും ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാൻ ഒരു സമയത്തും ഞാൻ അത്തരത്തിൽ പോയിട്ടില്ല എന്നോ അല്ലെങ്കിൽ അവരുമായി സംസാരിച്ചിട്ടില്ല ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഈ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇവർ പോലീസിൽ കൊടുത്ത പരാതി, ആ പരാതിയുടെ ഒരു സത്യസന്ധത നിങ്ങളൊന്ന് വായിച്ചു മനസ്സിലാക്കണം. ഞാൻ ആ പരാതി ഈ ചാനലിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നതിന് സമയത്ത് ഞാൻ ആ പരാതി പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പരാതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീ ഒരു പരാതി കൊടുക്കുകയാണ് പോലീസിൽ അല്ലെങ്കിൽ കോടതിയിൽ ഒരു പരാതി കൊടുക്കുകയാണ്.
എന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു. ആ പീഡിപ്പിച്ചതിന് ശേഷം, പീഡനത്തിന് ശേഷം ഞാൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഈ കേസിൽ അവർ ആരോപിക്കപ്പെടുന്ന കുറ്റാരോപിതരായിട്ട് കാണുന്ന ആളുകൾ അവിടെ ഇരുന്ന് മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും കാണുന്നു. ആ സമയത്ത് ഞാൻ ഓടിപ്പോയി എന്നെ കൊണ്ടുവന്ന വാഹനത്തിൽ തന്നെ തിരിച്ചു കയറി എന്നാണ് അവരുടെ ആരോപണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഈ ലോകത്ത് ആരെങ്കിലും ഒരാൾ തന്റെ തന്നെ മാനഭംഗപ്പെടുത്തിയ ആളുകൾ വന്ന അതേ കാറിൽ തന്നെ തിരിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാകുമോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരെ കൊണ്ടുപോയത് വാഹനത്തിൽ? അവരെ കൊണ്ടുപോയി എന്ന് അവരാരോപിക്കുന്നതല്ലേ. ഞാൻ പറയുന്നത് അത്തരത്തിലൊരു പരാതിയിൽ അവർ ഉന്നയിച്ച പരാതിയിൽ തന്നെ അത്രയും വലിയ ഒരു തെറ്റ് കാണുമ്പോൾ അതിൽ നിന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണ്ടേ അതൊരു കള്ളപ്പരാതിയാണ്, എനിക്ക് തരാനുള്ള പൈസ. അല്ല ശ്രീ ജയന്തൻ, അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപക്ഷെ താങ്കൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന നിയമമാണ് പറയേണ്ടത്. പക്ഷേ ഇപ്പോൾ വേദനയോട് കൂടി ഒരു സ്ത്രീ വന്ന് പറയുന്ന കാര്യങ്ങൾ, വിശദീകരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ അത്തരത്തിൽ അവരുടെ മാനം എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവർ ഇങ്ങനെ പറയില്ല. അതാണ് അതിൻ്റെ വിശ്വാസ്യതയുടെ അടിത്തറ. അതുകൊണ്ട് താങ്കളുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടേണ്ടതുണ്ട് ഈ ഘട്ടം വരെയും. അതാണ് താങ്കളോട് ചോദിക്കുന്നത്, മറ്റൊന്നുമല്ല. ഈ പേരാമംഗലം CIയുടെ നേതൃത്വത്തിലാണ് തന്നെ ചോദ്യം ചെയ്തത്, മൊഴി മാറ്റാൻ പ്രേരിപ്പിച്ചതെന്നൊക്കെയാണ് ആ സ്ത്രീ പറഞ്ഞത്. സുഹൃത്തെ, ഞാൻ പറയട്ടെ, പേരാമംഗലം പോലീസ് അവരെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പേരാമംഗലം പോലീസുമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് എന്നെ വിളിക്കുകയോ ഈ വിളിക്കുകയർക്ക് ഏതെങ്കിലും രീതിയിൽ എന്നോട് ചോദ്യം ചെയ്യുന്ന സാഹചര്യമോ ഉണ്ടായിട്ടില്ല. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി സംസാരിച്ച് അവരുടെ കേസിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള വലിയ ശ്രീ ജയന്തൻ, താങ്കൾ തന്നെ പറയുന്നു ഈ കേസ് പോലീസ് ശരിയാവണ്ണം അന്വേഷിച്ചുവെന്ന്. ആ കുറ്റാരോപിതനായ താങ്കളോ വിളിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല പോലീസ്. പിന്നെ എങ്ങനെയാണ് ജയന്തൻ ഇതിനകത്ത് നിരപരാധിത്വ പോലീസിനെ തെളിവാക്കിയത്? അല്ല, ഞാൻ ചോദിക്കുന്നത് അതൊക്കെ പോലീസിനോട് ചോദിക്കേണ്ട കാര്യമല്ലേ. എന്നെ അതല്ല ശ്രീ ജയന്തൻ, താങ്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് പറയാൻ. കാരണം താങ്കൾ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ചു എന്നതാണ് ആരോപണം. അത് വളരെ ഗൗരവമാണ്. കാരണം ആ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിക്കാൻ താങ്കൾക്ക് സാധ്യമായത് എന്നുള്ളതാണ്. ഈ പോലീസിന് താങ്കൾ ഈ വനിത കൊടുത്ത പരാതി പോലും, അതിലെ വാചകങ്ങൾ പോലും താങ്കൾ ഉദ്ധരിച്ചു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ? സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കേസ് പത്രങ്ങളിൽ ഇതുപോലെ ഈ രീതിയിൽ മാധ്യമങ്ങളെല്ലാം തന്നെ ഞാനും ഒരു മനുഷ്യനല്ലേ, എനിക്കും ഒരു കുടുംബമില്ലേ. ഒരാൾ ഒരു പരാതി ഒരു പ്രതിനിധികളുടെ മുന്നിൽ ഉന്നയിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അതാ വനിതയ്ക്കും ഉണ്ടല്ലോ കുടുംബം. ശ്രീ ജയന്തൻ, അതല്ല നമുക്ക് കാര്യത്തിന്റെ മെറിറ്റ് അറിയേണ്ടതുണ്ട്. ഒന്ന്, താങ്കളെ പോലീസ് വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ പോലീസിന് നൽകിയ പരാതിയിലെ സെന്റൻസ് സഹിതം താങ്കൾ പറഞ്ഞു. അതെങ്ങനെ കിട്ടി? ഞാൻ പറയട്ടെ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കാലത്ത് മുതൽ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയല്ലേ. സ്വാഭാവികമായിട്ടും എനിക്കെതിരായി ആരോപിക്കപ്പെടുന്ന ആരോപണം എന്താണ് എന്നറിയാൻ ഈ സമയത്തെങ്കിലും എനിക്ക് അവകാശമില്ല. ശരി. അങ്ങനെ ഞാനത് ശരി. അതായത് ശ്രീ ജയന്തൻ താങ്കൾ ഇതിനകത്ത് ശ്രീ ജയന്തൻ താങ്കൾ കേൾക്കാമോ? പറയൂ. അതായത് ഒരു കാര്യം കൂടി, അതൊന്ന് പോലീസിന്റെ പരാതി സംബന്ധിച്ച് നമ്മളുടെ വിഷയം അതവിടെ നിൽക്കട്ടെ. രണ്ട്, ഒരു പത്രവാർത്ത വന്നു ഇതേ സംബന്ധിച്ച് നേരത്തെ, അല്ലേ? വന്നല്ലോ. എന്തുകൊണ്ട് പൊതുപ്രവർത്തകനായ താങ്കൾ, കൗൺസിലറായ താങ്കൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തില്ല? സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ പരാതി അവർ തന്നെ പിൻവലിച്ചതായിട്ടാണല്ലോ പിന്നീടുണ്ടായ സംഭവവികാസം. അവർ പിൻവലിച്ചതിന്റെ കഥ ഞങ്ങൾക്ക് മനസ്സിലായി. അവർ പറഞ്ഞത് താങ്കളുടെ നിലപാട്, പൊതുപ്രവർത്തകനാണ് താങ്കൾ, പൊതുപ്രവർത്തകനായ താങ്കൾക്ക് താങ്കളോടുള്ള ഉത്തരവാദിത്തത്തെക്കാൾ നാടിനുണ്ട്. അതാണ് പൊതുപ്രവർത്തകന്റെ വിവക്ഷ എന്നത്. പ്രത്യേകിച്ച് ഒരു പ്രമുഖ പാർട്ടിയുടെ അംഗം കൂടിയാണ് താങ്കൾ. അങ്ങനെയാണെങ്കിൽ താങ്കൾ മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം അത് ചെളിവാരി എറിയുന്നത് വളരെ വലുതായിട്ടാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കണം ജയന്തൻ, പ്ലീസ്. അതായത് ജയന്തനെ കുറിച്ചൊരു പത്രവാർത്ത ഇതേ സംബന്ധിച്ച് വന്നു. അതിന് ജയന്തൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ഇത്തരത്തിൽ ആരോപണം വരില്ല ജയന്തൻ. ഇത്തരത്തിൽ ആരോപണം എങ്ങനെ വരും? ഇത്തരത്തിൽ ആരോപണം എങ്ങനെ വരും? താങ്കൾ മറ്റൊരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ ആരോപണമല്ല ഇത്.
ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല. ഒരു പെൺകുട്ടി തൻ്റെ മാനം കവർന്നു എന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ എങ്ങനെ അങ്ങനെ ഒരു പൊതുപ്രവർത്തകന് വരും? ഒരു പൊതുപ്രവർത്തകനായ താങ്കൾക്ക് അത്തരത്തിലൊരു പരാതിക്കെതിരെ അതിന്റെ അടിസ്ഥാനം ശൂന്യമാണെങ്കിൽ എന്തുകൊണ്ട് മാനനഷ്ട കേസ് കൊടുത്തില്ല? സ്വാഭാവികമായ ചോദ്യം. ഇത് എന്റേതല്ല, നാട്ടുകാരുടെ സംശയമാണ്. പറയൂ. ഞാൻ ഒരൊറ്റ വാക്കിൽ ഇതിനെ സംബന്ധിച്ച് ഒരു കാര്യം പറയാം. ഒരു വിഷയത്തിനകത്ത് അനാവശ്യമായി ഇല്ലാത്ത ഒരു അപമാനഭാരം ചുമന്നു നടക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ഞാൻ ആ വിഷയത്തെ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിച്ചിട്ട് കൊടുത്തുകൊണ്ട് എന്റെ കുടുംബത്തെ വീണ്ടും സമൂഹത്തിന് മുന്നിൽ പരിഹരിക്കപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതായത് ജയന്തൻ, താങ്കൾ പറയുന്നതിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യമുണ്ട് ഫ്രം എ ടു സെഡ്. അതായത് ഒന്ന്, താങ്കൾ പറയുന്നു പോലീസ് ഇതേ സംബന്ധിച്ച് താങ്കളെ വിളിച്ചില്ല, ചോദിച്ചില്ല എന്നൊക്കെ. അതിൽ തന്നെ അന്വേഷണം പാളി എന്നതാണ്. ആ കുറ്റാരോപിതനെ വിളിച്ച് കാര്യം അന്വേഷിക്കാതെ എന്ത് തീർപ്പാണ് ഒന്നത്. രണ്ട്, പോലീസ് വിളിക്കാതെ പോലീസിന്റെ ഭാഗത്തെത്തിയ പരാതിയുടെ വിശദാംശങ്ങൾ താങ്കൾ വായിക്കുകയും ചെയ്തു. രാഷ്ട്രീയ സമ്മർദ്ദം എന്ന അവരുടെ ആരോപണം അവിടെ നിലനിൽക്കുന്നു. രാഷ്ട്രീയ സമ്മർദ്ദം എന്ന ആരോപണം നിലനിൽക്കുകയാണ്. താങ്കൾ പറയുന്നത് താങ്കളെ വിളിക്കാതെ പോലീസിന്റെ കാര്യം താങ്കൾ അറിഞ്ഞു എന്ന്. രണ്ട്, ആ ഘട്ടത്തിലെങ്കിലും താങ്കൾക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമല്ലോ. ഞാൻ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് താങ്കൾക്ക് കൃത്യമായും ഉത്തരം പറയാനല്ല, ഞാനല്ല ഉത്തരം പറയേണ്ടത്. ഒരു സ്ത്രീ ഒരു പൊതുപ്രവർത്തകനെതിരായ ഒരു പരാതി കൊടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ സമൂഹത്തിനകത്താകെ അദ്ദേഹത്തെ കുറിച്ച് മോശമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആയതിൽ ശരിയുണ്ടോ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാതെ നമ്മൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ പുതിയ കഥകൾ നിലയുകയാണ്. യഥാർത്ഥ വസ്തുതകൾ എന്താണ്? ഒരു പരാതി ഉന്നയിക്കപ്പെടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പരാതി ഉന്നയിക്കപ്പെടുന്നത് കോടതിയുടെ മുമ്പാകെ ആദ്യം പരാതി ഉന്നയിക്കപ്പെടുകയും ആ പരാതിയെ സംബന്ധിച്ച് തനിക്കിനി പരാതിയില്ല എന്ന് പറയുകയും ചെയ്ത ഒരാൾ വീണ്ടും മാസങ്ങൾക്ക് ശേഷം വീണ്ടും അത്തരം ഒരു പരാതി ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ജെന്യൂനസ് എന്താണെന്ന് നോക്കാനുള്ള ഒരു മര്യാദ വളരെ പെട്ടെന്ന് തന്നെ അത് ജയന്തൻ എന്ന് പറയുന്ന ആൾ ഒരു കുറ്റക്കാരനാണ്, ശ്രീജയന്തൻ അല്ല, കുറ്റക്കാരനെന്നല്ല, താങ്കൾ കുറ്റാരോപിതനാണ്. താങ്കൾക്ക് പൊതുപ്രവർത്തകനായ ഘട്ടത്തിൽ താങ്കൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രമുഖ പാർട്ടിയുടെ അംഗം കൂടിയായ താങ്കൾക്ക്, കൗൺസിലറായ താങ്കൾക്ക് അത് വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അത് വിചാരണ സ്വഭാവമല്ല, അത് അതിന്റെ ആർജവത്തിന്റെ. മാധ്യമത്തിൽ നിങ്ങൾ എന്നെ വിചാരണ ചെയ്യല്ലേ? തീർച്ചയായും വിചാരണയല്ലാതെ താങ്കൾ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. കാരണം താങ്കൾ ഇപ്പോൾ ഒരു വ്യക്തി മാത്രമല്ല. ശ്രീജയന്തൻ അതിലേക്ക് പോകണ്ട, വിഷയം വഴിമാറ്റണ്ട. ശ്രീ ജയന്തൻ, ഒരൊറ്റ കാര്യം താങ്കൾ പറഞ്ഞു, അവരുടെ വീട്ടിൽ താങ്കൾ പോകാറില്ല എന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് പറഞ്ഞു പൈസ ചോദിക്കാൻ പലവട്ടം പോയിട്ടുണ്ടെന്ന്. ഇല്ല പോകാറില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. എപ്പോഴാ പറഞ്ഞത്? അല്ല, ഏതിലാ ഉറച്ചു നിൽക്കുന്നത്? പോയിട്ടുണ്ടോ ഇല്ലയോ? തീർച്ചയായും ഞാൻ ഒരു സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ അവരുടെ വീട്ടിൽ പോകേണ്ട സാഹചര്യങ്ങൾ. സ്വാഭാവികമായിട്ടും എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ആളുകളാണ്. എനിക്ക് ആ പണം തിരിച്ചു ചോദിക്കാൻ പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ അതിൽ ഞാൻ എന്തിനു ഒളിച്ചു വെക്കണം? ഈ പണം ചോദിക്കാൻ വേണ്ടി മാത്രമേ ശ്രീ ജയന്തൻ അവിടെ പോയിട്ടുള്ളൂ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ പറയും. പിന്നീട് നിങ്ങൾ ആ ഉത്തരത്തെ മറ്റു കാര്യങ്ങൾക്കും ജയന്തൻ അവിടെ പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു പത്രപ്രവർത്തനമല്ലേ? അത് ചോദിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ ശ്രീജയന്തൻ. താങ്കൾ ഇത് പറയുന്നതൊക്കെ എന്നുള്ള രീതിയിൽ എനിക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പക്ഷേ അവിടെ പോയിട്ടുണ്ടാവാം. അതിനപ്പുറത്ത് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ ഭർത്താവ് എന്റെ ഒരു സുഹൃത്തായിരുന്നു. സ്വാഭാവികമായിട്ടും ആ സുഹൃത്ത് എന്നുള്ള രീതിയിലെ സുഹൃത്തിന്റെ കൂടെ ഒരു പക്ഷെ അവിടെ പോയിട്ടുണ്ടാവാം. ശരി, അങ്ങനെ പോയി പൈസ കിട്ടിയോ? പൈസ കിട്ടിയിട്ടില്ല, ഇതുവരെ പൈസ തന്നിട്ടില്ല. അതല്ലേ, അതുകൊണ്ടാണ് ഇവർ പൈസ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഏതെങ്കിലും പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നൽകുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ശ്രീ ജയന്തൻ, താങ്കൾ സംസാരിക്കുന്നത് കേരളത്തിന് മുന്നിലാണ്. താങ്കൾ വളരെ ഗൗരവപൂർവ്വം സംസാരിക്കണം. അതായത് ഒരു കാര്യം ശ്രീ ജയന്തൻ, താങ്കൾ വലിയ ഗുരുതരമായ ഒരു ആരോപണത്തിന് കുറ്റാരോപിതനായി നിൽക്കുന്ന ഘട്ടമാണ്. താങ്കൾ ഇത്തരത്തിൽ പൈസ നൽകുകയും ഈ പൈസ വാങ്ങിക്കാൻ പലതവണ അവരെ വീട്ടിൽ പോവുകയും ചെയ്തു. ആ പൈസ കിട്ടിയിട്ടില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരാതി കോർട്ട് വഴിയോ പോലീസ് സ്റ്റേഷൻ വഴിയോ താങ്കൾ നീക്കിയോ? ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞല്ലോ, അവർ സാമ്പത്തികമായി അവർ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളാണ്.
ഇത്രയും വലിയ ഒരു പണം എനിക്ക് തരാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ പണം തിരിച്ചു ചോദിച്ചില്ല എന്ന ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാപനത്തിൽ ഞാൻ അതിന് ഒരു പരാതി കൊടുത്തില്ല എന്ന ഒരു തെറ്റാണ് ഇപ്പൊ നിങ്ങൾ എന്റെ മുന്നിൽ വെക്കുന്നത്. തീർച്ചയായും എനിക്കത് ചെയ്യാമായിരുന്നു. ഞാനത് ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അതായത് അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ കാരണത്താൽ ഞാൻ ഇത്തരത്തിൽ സമൂഹത്തിന് മുന്നിൽ ഇത്രമാത്രം അപമാനിതനാകാൻ സാഹചര്യം അതല്ല ജയന്തൻ, അതായത് 15 ലക്ഷം രൂപ താങ്കളോട് അവർ ആവശ്യപ്പെട്ടു, താങ്കൾ അത് കൊടുത്തില്ല എന്നൊരു വാർത്ത പോകുന്നത് സത്യമാണോ ജയന്തൻ? അല്ല, ഈ പരാതി പിൻവലിച്ചതിന് ശേഷം അവർ ആ രീതിയിൽ എന്നെ മറ്റു ഫോണുകളിൽ നിന്ന് വിളിച്ച് ഈ രീതിയിൽ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതല്ല, ഒരു പൊതുപ്രവർത്തകനായ താങ്കളോട് 15 ലക്ഷമൊക്കെ ചോദിക്കണം അവർ എന്നുള്ളതിൽ ഉള്ള ഒരു വിശ്വാസ്യത ഇല്ലല്ലോ. അതിനകത്തൊരു അവ്യക്തതയുണ്ടല്ലോ. കേസ് അത്തരത്തിൽ താങ്കൾ 15 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞാണോ പിൻവലിപ്പിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരാളെ വിചാരണ ചെയ്യുന്ന ആണെങ്കിൽ പോലും അതിനൊക്കെ ഒരു വിചാരണയല്ല. താങ്കൾ കേവലം ഒരു വ്യക്തിയല്ല, ഒരു കൗൺസിലറാണ്. അതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുമ്പോൾ അത് ക്ലിയറായി അറിയേണ്ടതുണ്ട്. ഈ രാഷ്ട്രീയമായ നേട്ടം മാത്രം വ്യക്തിപരമായി താങ്കൾക്ക് കിട്ടിയാൽ പോരല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചുള്ള കാര്യങ്ങൾ കൂടി ജനങ്ങൾക്കുണ്ടല്ലോ. ആ അവകാശത്തിന്റെ ഭാഗമായി അത് മാധ്യമ വിചാരണയല്ല. താങ്കൾ ഇവിടെ ഞാൻ പറഞ്ഞുവല്ലോ, നിങ്ങൾ എന്താ ചോദിക്കുന്നത്? അല്ല, മൂന്ന് കാര്യങ്ങൾ അവസാനമായി ശ്രീ ജയന്തൻ, 3 കാര്യങ്ങൾ അവസാനമായി. ഒന്ന് സമൂഹത്തിന് മുന്നിൽ എനിക്കെതിരായി ആരോപിക്കപ്പെട്ട ഒരു ഗുരുതരമായ ഒരു ആരോപണത്തിന് മറുപടി പറയാതെ ഞാൻ ഒളിഞ്ഞു. ശരി ജയന്തൻ, ശരി. ഇത് കേട്ടവർ മനസ്സിലാക്കട്ടെ. ജയന്തൻ തന്നെയാണ് പറഞ്ഞത്.